വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികള്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകം നെടുങ്ങിയ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേറെയായി. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ ന്യൂസിലാൻഡിലെ ദ ന്യൂസ് പത്രം, അതിനൊന്നാമത്തെ പുറത്ത് അറബിയിൽ സലാം എന്നെഴുതിക്കൊണ്ട് അവിടുത്തെ ദുരന്തത്തിൽ മരണപ്പെട്ട 40 പേരുടെയും പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു നാടും നാട്ടുകാരും അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും അവരുടെ വേദനകളിൽ എങ്ങനെ ചേർത്ത് നിർത്തുന്നു എന്നതിനുള്ള വലിയ ഉദാഹരണമായി ന്യൂസിലാൻഡിലെ അവിടുത്തെ ജനങ്ങളുടെ ഈ ചെയ്തികൾ പരക്കെ വിലയിരുത്തപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതിന്റെ കാരണം എന്താണ്, അതില്ലാതെയാക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള ചർച്ചകൾ പ്രസക്തമാകുന്നു. പലപ്പോഴും ഇസ്ലാം ഭീതി എന്ന ഇസ്ലാമോഫോബിയ എന്ന പ്രതിഭാസം ലോകത്തെങ്ങും നിലനിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിക ടെററിസത്തിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നമായി വിലയിരുത്തപ്പെടാറുണ്ട്. തീർച്ചയായും ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കുന്ന ഭീകരവാദം എന്ന പ്രതിഭാസം അത് ലോകത്തെ 160 കോടി മുസ്ലിങ്ങൾ, അവരിലെ വളരെ ന്യൂനപക്ഷം മാത്രം അംഗീകരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ബഹുഭൂരിപക്ഷത്തിന്റെയും ഹൃദയം എവിടെയാണ് എന്ന് ന്യൂസിലൻഡിൽ തന്നെ നമ്മൾ കണ്ടു. മെഷീൻ ഗണ്ണുമായി തങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന മനുഷ്യനെ ഹലോ ബ്രദർ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സംസ്കാരം. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, അതുകൊണ്ട് സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ച ആദർശം. അവിടെ വെറുപ്പിന് യാതൊരു സ്ഥാനമില്ല. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചത്. അയൽക്കാരൻ പട്ടിണി കിടക്കുന്നവർ വയന നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉസ്താദുമാർ അവര് നമ്മളെ പഠിപ്പിച്ചത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ അവന്റെ പട്ടിണി തീർക്കാൻ വേണ്ടി ശ്രമിക്കാതെ, അവന്റെ പട്ടിണിയെ കുറിച്ച് അറിയാതെ നീ ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിച്ചപ്പോൾ നമ്മളോടാരും നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടില്ല അയൽക്കാരൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കണം. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിലേ ആകാശത്തുള്ള
എങ്കിലേ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കൂ. ഇത് നമ്മളെ പഠിപ്പിച്ച പണ്ഡിതന്മാരൊന്നും തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഭൂമിയിലുള്ളവർ എന്ന് പറയുമ്പോ ഭൂമിയിലെ മുസ്ലിമിനോടാണ് കരുണ കാണിക്കേണ്ടത്. മറിച്ച് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് പച്ചക്കരളുള്ള മുഴുവൻ ജീവികളോടും, അത് മനുഷ്യരോട് എന്നല്ല, മുഴുവൻ ജീവികളോടും, അത് പട്ടിയാണെങ്കിലും പന്നിയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവയോട് മുഴുവനും കാരുണ്യം കാണിക്കണം എന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരത എന്ന ഒരാശയം തന്നെ ഇസ്ലാമിന്റെ ഗ്ലോസറിയിലുള്ളതല്ല, ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് പരിചയമുള്ളതല്ല. അത് പിന്നെ എന്തുകൊണ്ട് അതുണ്ടാകുന്നു? അതിനുത്തരം വേറെ കാണേണ്ടതാണ്. നമ്മൾ മഹാചിന്തകന്മാരാണ് എന്ന് കരുതുന്ന ആളുകൾ ഇത്തരം സംഭവങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ തുലാസെടുക്കുക, തുലാസെടുത്തിട്ട് അങ്ങനെ നോക്കുകയാണ്. എന്താ തുലാസല്ലേ? ഇതാ ഇവിടെ മുസ്ലിങ്ങൾ കുറെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതിന് പകരം കുറെ ദിവസം മുമ്പ് മുസ്ലിങ്ങളും കുറെ ആളുകളെ കൊന്നിരിക്കുന്നു. കഴിഞ്ഞു, തുലാസ് കഴിഞ്ഞു. അങ്ങനെ തുലാസിൽ തൂക്കി നോക്കിക്കൊണ്ട് വിലയിരുത്തേണ്ട ഒരു പ്രതിഭാസമല്ല ഇത് എന്ന് തുറന്നു പറയാൻ തന്നെയാണ് ISM ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് കേവലം ന്യൂസിലാൻഡിന്റെ പ്രശ്നമല്ല, ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്, മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്. ന്യൂസിലാൻഡിൽ ഈ പണി ചെയ്തയാൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മനുഷ്യനാണ്. ലോകത്തിലെ ഏതെങ്കിലും ആളുകൾ ബൈബിളിന്റെ പഴയതും പുതിയതുമായ നിയമഗ്രന്ഥങ്ങളിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അയാളെ പ്രേരിപ്പിച്ചത് അതാണ് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. നമ്മളെല്ലാം തുറന്നു പറയുക, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ തീർച്ചയായും മതിക്കാത്ത മനുഷ്യനാണ് ഇത്തരം ക്രൂരത ചെയ്യുക എന്നാണ്. എന്നാൽ ഇത് നടന്നപ്പോ പോലും കേരളത്തിലെ യുക്തിയുടെ പൊത്തക്കൊച്ചവടക്കാർ എന്ന് പറയുന്ന കുറെ ആളുകൾ ഈ സന്ദർഭത്തിൽ ഇന്ന് പോലും ചിലർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. എന്താ എന്നിട്ട് പറയുന്നത്? ഇതെല്ലാം ഉള്ളത് കൊണ്ട് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിന് പകരമായി ഇവിടെ സംഭവിക്കും. ഇവിടെ തന്നെയാണ് പ്രശ്നം, ഇത് തന്നെയാണ് പ്രശ്നം. ഇതാണ് ഇസ്ലാം ഭീതിയുടെ അടിത്തറ, അതാണ് ചികിത്സിക്കേണ്ടത്, വേറൊന്നുമല്ല. നന്നായി സംസാരിച്ചു പോകാൻ നമുക്ക് കഴിയും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എവിടെയോ സിറിയയിൽ 4 ആളുകൾ മരിച്ചു പോയാൽ അവർ സ്വയം ചിലപ്പോൾ ആത്മഹത്യാപമായി പൊട്ടിത്തെറിച്ചു പോയാൽ അതിന്റെ ഫലമായി ലോകത്തെങ്ങും തന്നെ ഉദ്ധരിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവാചക ജീവിതത്തിലെ സംഭവങ്ങൾ. അങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉള്ളതെന്താ? ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ തരം കിട്ടാത്തത് കൊണ്ടാ, കിട്ടിയാൽ കഴുത്തറുത്ത് നീട്ടിവെട്ടാൻ കൽപ്പിച്ചിട്ടുള്ള ഗന്ധത്തിന്റെ ആളുകളാണ്. ഇതാണ് ഈ ധാരണ സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങളാണ് ലോകത്തെങ്ങും ഇസ്ലാം ഭീതി എന്ന ഇസ്ലാമോഫോബിയ എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം. ആ പ്രതിഭാസം നമ്മുടെ സമൂഹത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നു എന്ന സങ്കടകരമായ അവസ്ഥക്ക് വിരാമം ഉണ്ടാകണമെന്നതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ പ്രസക്തമാകുന്നത്. കേവലം ന്യൂസിലാൻഡിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ
ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂടിയ ഒരു പ്രാർത്ഥനാ സദസ്സല്ല ഇത്. മറിച്ച് ആ ആത്മാക്കൾ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശത്തെ കുറിച്ച് അറിയിക്കാൻ, മനസ്സിലാക്കാൻ, നടപടികൾ എടുക്കാൻ, അതിന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. പ്രശ്നം ചെറിയതല്ല. ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളെ കുറിച്ചുള്ള ചിത്രം, അത് 73 പുറങ്ങളുള്ള ഈ ക്രൂരത ചെയ്ത മനുഷ്യന്റെ പോക്കറ്റിൽ അദ്ദേഹം വെച്ചിരുന്ന മാനിഫെസ്റ്റോ വ്യക്തമാക്കുന്നു. പൈത കുഞ്ഞുങ്ങളെ വരെ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചവരിക്കൊണ്ട് എന്തുകൊണ്ട് ഈ ചെറിയ പൈതങ്ങളെ വരെ കൊന്നുകളയണം എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരമാണ്. ആ ഉത്തരത്തിന്റെ അദ്ദേഹത്തിന്റെ സ്രോതസ് എന്താണ് എന്ന ചോദ്യം അദ്ദേഹം തന്നെ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. മറുപടി എന്താണെന്നറിയാം? മൈ സോഴ്സ് ഈസ് ഇന്റർനെറ്റ്. ഇങ്ങനെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന, അവരിലെ പിഞ്ചു പൈതങ്ങളടക്കം നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന എന്റെ തീരുമാനത്തിന് പിന്നിലുള്ള അറിവിന്റെ എന്റെ സ്രോതസ് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിലൂടെ കടന്നു വരുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ എത്ര സമർത്ഥമായാണ് മനുഷ്യരുടെ തലച്ചോറിനെ ആക്രമിക്കുന്നത് എന്നതിൽ വ്യക്തമായി മനസ്സിലാവുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും, പരിശുദ്ധ ഖുർആൻ പ്രവാചക ചര്യ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം ഭീകരതയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മുസ്ലിങ്ങൾ കേരളത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 14 നൂറ്റാണ്ടായി. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അമുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാനാണ് എന്ന് ഇപ്പോഴും ഹിന്ദുത്വ ചാനലിലെ ബുദ്ധിജീവി ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് കാണാത്തതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇതാരത് കാണുന്നവരുടെ തലച്ചോറിലെല്ലാം എന്താണ് ഉണ്ടാവുന്നത്? ആലോചിച്ച് നോക്ക. പരിശുദ്ധ ഖുർആൻ ഹിന്ദുക്കളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ്. ആയത്തുകൾ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസരം ലഭിച്ചപ്പോൾ മുഴുവനും ബഹുദൈവ വിശ്വാസികളെ കഴുത്ത് നീട്ടി വെട്ടിക്കളയാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. സമാധാനത്തിന്റെ മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി മുഴുവൻ ആളുകളെയും തലയെടുത്ത് കളയാനാണ് ഖുർആനിന്റെ അനുശാസനം. ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ച് ഇന്റർനെറ്റിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. മറുപടിയുണ്ട്, അതിൽ ഇന്റർനെറ്റിൽ മറുപടിയുണ്ട്. പക്ഷെ ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് ആ മറുപടി എത്തുന്നില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നയാൾ അവരാരും തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചിട്ട് അങ്ങനെയൊന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നില്ല. അവരാരും അത് മനസ്സിലാക്കാൻ പുറപ്പെടുന്നില്ല. ഖുർആനിലെ അധ്യായവും വചനവുമെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇത് അമുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യാനാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഭീതി ഉണ്ടാകുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ. അങ്ങവിടെ നെതർലാൻഡ്സിലല്ല, അതല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടായ സ്ഥലങ്ങളിലല്ല, ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലൊന്നും അല്ല, നമ്മുടെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ. മലയാളത്തിൽ ഒരുപാട് ഖുർആൻ പരിഭാഷകൾ കിട്ടും.
ഇത് പ്രചരിപ്പിക്കുന്ന ഇയാൾക്ക് നിന്ന് മറച്ചു നോക്കിയാൽ മതി. അങ്ങനെ ഖുർആനിലുണ്ടോ? പക്ഷെ മറച്ചു നോക്കലല്ല ലക്ഷ്യം, ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കലല്ല ലക്ഷ്യം. പാവപ്പെട്ട സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് ഭീതി ഉണ്ടാക്കിയിട്ട് ആ ഭീതിയിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവുക, ആ ഭീതിയിൽ നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് അവർക്കെല്ലാം ഉള്ളത്. ഇത് വലിയൊരു ആയുധമാണ് സഹോദരങ്ങളെ. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം ചിന്തിക്കുന്ന ജനങ്ങളായി കരുതുന്ന ആളുകളാണ് പാശ്ചാത്യ നാടുകളിലെ ആളുകൾ. അമേരിക്കയെ പോലുള്ള സ്ഥലത്ത്, അമേരിക്ക തന്നെ ഒരു കോമാളി എന്ന് വിളിക്കുന്ന, അമേരിക്കൻ മാധ്യമങ്ങൾ അങ്ങനെ വിളിച്ചത്, ഒരു മനുഷ്യൻ ആ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വഴി, ജനാധിപത്യ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് വഴി ആ രാജ്യത്തിന്റെ പരമോന്നത പീഠത്തിലെത്തുന്നു. അവിടുത്തെ ആളുകളുടെ ഒരു ശരാശരി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല ഡൊണാൾഡ് ട്രംപ്. അയാളുടെ കോമാളിക്കളികൾ അവിടുത്തെ പൊതുവെ ഉള്ള എല്ലാ മീഡിയകളും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഡൊണാൾഡ് ട്രംപ് അവിടെ അധികാരത്തിൽ വന്നു. എന്താ കാരണം? അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇസ്ലാമോഫോബിയയായിരുന്നു. അദ്ദേഹം തീവ്ര വലതുപക്ഷത്തെ കൂട്ടുപിടിച്ചിട്ട് അദ്ദേഹം ചെയ്തത് അമേരിക്കയിൽ വളർന്നു വരുന്ന ഇസ്ലാമിനെ പ്രതിരോധിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരാൾ നേതൃത്വത്തിൽ വരണമെന്ന ചിന്തയുണ്ടാക്കുക. അതിലാണ് അദ്ദേഹത്തിന്റെ വിജയം. വളർന്നു വരുന്ന ഇസ്ലാം പേടിക്കേണ്ടതാണ്. ആയിക്കോട്ടെ, പേടിക്കേണ്ടത് ഇത് തന്നെ. കാരണം അവിടെയാണ് പ്രശ്നം. ചുറ്റുപാടുകൾ പഠനത്തിന് വിധേയമാക്കുന്നില്ല. മീഡിയ ഏകപക്ഷീയമായി മനുഷ്യരുടെ തലച്ചോറിലേക്ക് പ്രത്യക്ഷിച്ച് യുവാക്കളുടെ തലച്ചോറിലേക്ക് തെറ്റായ സന്ദേശം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം എത്ര വലിയ അപകടമാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ജീവിക്കാറുണ്ട്. ഇന്ന് വരെ ഒരു സംഭവം, ഒരു മുസ്ലിം ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു അമുസ്ലിമായി എന്ന കാരണത്താൽ മാത്രം കൊല ചെയ്യപ്പെട്ടതിന്റെ ഒരൊറ്റ ഉദാഹരണം 1400 വർഷങ്ങൾക്കിടയിൽ ഉന്നയിക്കാൻ ആർക്കെങ്കിലും കഴിയും? ഇന്ത്യയിൽ രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട്. കൊലയാളി മുസ്ലിങ്ങളായിട്ടുണ്ട്, ഹിന്ദുക്കളായിട്ടുണ്ട്. ഇവിടെ ആരോപിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആന്റെ പ്രചോദനാണെന്നാണ്. ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിനെ, ഹിന്ദുവിനെ കൊന്നു. അതിന് വേണ്ട 14 നൂറ്റാണ്ട് പോട്ടെ, കഴിഞ്ഞ അരനൂറ്റാണ്ടുകോളം കാലമായല്ലോ നമ്മള് മിഡിൽ ഈസ്റ്റുമായി, മധ്യപൗരസ്ത്യ ദേശവുമായുള്ള ബന്ധം. നമ്മുടെ നാട്ടിലെ പല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അറബ് നാടുകളിലെ പല മുസ്ലിങ്ങളുടെയും ജോലിക്കാരാണ്, അല്ലെങ്കിൽ ഡ്രൈവർമാരാണ്. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രവാസികൾ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രയാസം ഉണ്ടാവാറുണ്ട്. അറബികളുടെ അടുത്തുനിന്നും എല്ലായിടത്തും അടുത്തുനിന്നുള്ള പ്രയാസം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഖുർആനിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ട് ഒരു അറബി എന്റെ കീഴിൽ ഒരു മുസ്ലിമിനെ കൊന്നാലേ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടും വിചാരിച്ചിട്ട് ഖുർആൻ ഒരുപാട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവനവിടെ കൊന്നുകളയാന്ന് വിചാരിച്ചിട്ട് ഒരു കൊലപാതകം ഉദ്ധരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ?
അത് ചിന്തിക്കാനുള്ള യുക്തിയെങ്കിലും മനുഷ്യർക്കുണ്ടാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർ ഉദ്ധരിക്കുന്ന വചനങ്ങൾ, ആ വചനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളൊന്നും തന്നെ ആ രൂപത്തിലുള്ളൊരു സന്ദേശം പഠിച്ചിട്ടില്ല എന്ന വസ്തുതയല്ലേ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ 1800 കൊല്ലക്കാലം മുസ്ലിം ഭരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ പരസ്പരം രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരസ്പരം കൊല്ലപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനിടക്ക് ഒരാൾ ഹിന്ദുവായി എന്ന കാരണത്താൽ, ഒരാൾ ക്രിസ്ത്യാനിയായി എന്ന കാരണത്താൽ, ഒരാൾ ബഹുദൈവ വിശ്വാസിയായി എന്ന കാരണത്താൽ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളെ ഒരു സംഭവം ചരിത്രകാരന്മാർക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഇതിനെല്ലാം ഉള്ള ഉത്തരവില്ലാതെ എന്നാലും പറയും ഖുർആൻ അങ്ങനെ പറയുന്നത്. അതുവഴി ഉണ്ടാകുന്നത് എന്താണ് എന്ന് നമുക്കിപ്പോ മനസ്സിലായിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ വെടിവെച്ചയാൾ ഒരു സാധാരണക്കാരനാണ്, 29കാരനായ സാധാരണക്കാരനാണ്. ഞാൻ അത് തന്നെയാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. സാധാരണക്കാരുടെ മനസ്സുകൾക്കകത്തേക്ക് എത്ര വലിയ വിരോധമാണ് ഇത്തരം പ്രചരണങ്ങൾ വഴി ഉണ്ടാകുന്നത് എന്ന വളരെ വലിയ പ്രശ്നം. അവിടെയാണ് ചികിത്സിക്കേണ്ടത്. ആ പ്രചരണം വ്യാപകമാവുക. നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിലുള്ള കാസർഗോഡ് മുസ്ലിങ്ങൾ തിരിപ്പാകുന്ന സ്ഥലമാണ്. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ജീവിക്കുന്ന 2 യുവാക്കൾക്ക് പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം തോന്നാണ്, ഇന്ന് നമുക്കൊരു മുസ്ലിമിനെ കൊല്ലണം. പോലീസിന്റെ ഭാഷയെ ഞാൻ പറയണം. കാരണം പരമാവധി ഗൂഢാലോചന ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസ് ഉണ്ടാക്കിയ ഭാഷ. ആ ഭാഷ തന്നെ നമ്മൾ എടുക്കുക. എനിക്കുള്ളൊരു മുസ്ലിമിനെ കൊല്ലണമെന്ന് മദ്യത്തിന്റെ ലഹരിയിലാണെങ്കിലും ചിന്തിക്കുന്ന ഒരു വിധാനത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ മാറുന്നുവെങ്കിൽ അതിനനുസൃതമായ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം അവിടെ നടന്നിട്ടുണ്ട്. അവിടെയാണ് ചികിത്സ. ആ ബ്രെയിൻ വാഷിങ്ങിലാണ് ചികിത്സ വേണ്ടത്. അവിടെ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിന്റെ സൗഹൃദത്തിന്റെ കേരളം എന്താ, നമ്മുടെ വലിയ സന്ദേശം ഉണ്ടല്ലോ. നമ്മുടെ ലോകത്തിന് നൽകിയ വലിയൊരു സംസ്കാരമില്ലേ? മതനിരപേക്ഷതയുടെ നൂലിഴകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മൾക്ക് ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയുന്ന കേരളത്തനിമയില്ലേ? അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രചരണം വഴി ഇത് വളരെ സരളമായി തള്ളിക്കളയേണ്ട ഒരു പ്രതിഭാസമല്ല. അതുകൊണ്ടാണ് ലോകത്ത് പല സ്ഥലത്തും പല ഭീകരാക്രമണങ്ങളും പല കൊലപാതകങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിനെ പ്രത്യേകമായി എടുത്ത് അപഗ്രഥിക്കാൻ കാരണം അതാണ്. ഇത് രാഷ്ട്രീയമില്ല. ഇതിന്റെ പിന്നിൽ ആകെ ഒരൊറ്റ വികാരമേ ഉള്ളൂ. ഇന്റർനെറ്റ് എന്ന അതിമാരകമായ ഇൻഫർമേഷൻ ഹൈവേയിലൂടെ യുവാവായ, അതും ഇൻട്രോവേർട്ടായ യുവാവായ ഒരു മനുഷ്യന്റെ തലച്ചോറിലേക്ക് സമർത്ഥമായി കയറിയ ഇസ്ലാം ഭീതിയുടെ വൈറസുകൾ ഒരാളെ എവിടെ എത്തിക്കുമെന്നതിനുള്ള കഴിവ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് നിങ്ങൾ ജയിലിൽ നിങ്ങൾ എന്നെ അടക്കും, പക്ഷേ ജയിലിൽ അടച്ച നിങ്ങളുടെ കൈകൾ, അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയാണ്, എന്നെ ജയിലിൽ അടക്കുന്നവരുടെ കൈകൾ നാളെ എനിക്ക് നൊബേൽ സമ്മാനം നൽകാതിരിക്കും. കാരണം ഞാൻ നല്ലൊരു ലോകത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് ഈ പണിയിരുന്നത്. ഞാൻ അയാളെ നിഷ്കളങ്കനെന്ന് വിളിക്കുന്നു. കാരണം ഈ വിവരങ്ങൾ, ഇന്റർനെറ്റിലൂടെ ലഭിച്ച വിവരങ്ങളാണ് ശരി എന്ന് വിശ്വസിച്ച്
അതിനനുസരിച്ച് ഒരു ലോകക്രമം, നവലോകക്രമം സ്വപ്നം കണ്ടൊരു മനുഷ്യൻ. അതിനുവേണ്ടി സ്വന്തത്തെ തന്നെ ബലി കൊടുക്കുവാൻ സന്നദ്ധനായ ഒരു നിഷ്കളങ്കൻ. ആ നിഷ്കളങ്കരുടെ തലച്ചോറിനകത്ത് ഈ വൈറസുകൾ കയറ്റിവിടുന്നവരാണ് ലോകത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടത്. ആ വൈറസുകൾ കയറ്റാൻ ലോകത്തെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എന്താ ഇപ്പോ ഭീകരവാദം എന്ന പ്രതിഭാസം എപ്പോഴാണ്ടായത്? 980-കൾക്ക് ശേഷം. നമ്മൾ അറിയണം, ഇന്ത്യ രാജ്യത്ത് 1985-ലാണ് കൽക്കട്ട ഹൈക്കോടതി ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഒരു ഹർജി കൊടുത്തത്. ചാൻമൽ ചോപ്ര എന്ന് പറയുന്ന മനുഷ്യൻ ഖുർആൻ നിരോധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഖുർആനിൽ 27 ആയത്തുകളുണ്ട്. ആ ആയത്തുകളെല്ലാം അമുസ്ലിങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളി. അടിസ്ഥാനമില്ലാന്ന് പറഞ്ഞിട്ട് തള്ളി. ഈ ഹർജി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രത്തിന്റെ ആളുകൾ ഈ ആയത്തുകൾ സന്ദർഭത്തിൽ അടർത്തിയെടുത്തതിന്റെ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ ആ പുസ്തകം 986-ൽ ഇറങ്ങി. മലയാളത്തിൽ ഇറക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാലയമായ കുരുക്ഷേത്രയല്ല. ഇവിടെ ഇറക്കിയത് ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിഷേഴ്സ് ആണ്. കേരളത്തിലെ യുക്തിവാദികൾ, ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ അവരുടെ പ്രസിദ്ധീകരണാലയം ഇറക്കിയത് ഇടമറകിന്റെ നേതൃത്വത്തിൽ. എന്തിനാണ് ഭൗതികവാദത്തിന് ഫാഷിസത്തിന്റെ മുഖം? ലോകവ്യാപകമായി ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് വളരെ വലിയ അപകടമുള്ള സാധനമാണ്. ഇത് കേവലം ഒരു കുറച്ച് മനുഷ്യന്മാരെ കൊല്ലുക എന്ന പ്രതിഭാസത്തിനപ്പുറത്ത് മനുഷ്യ മനസ്സുകളെ അപകടപ്പെടുത്തുന്ന വളരെ മാരകമായ വൈറസുകളുടെ വ്യാപനം നടക്കുന്നുണ്ട്. ആ വ്യാപനം തടയുവാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ സന്നദ്ധമായിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ്. മനുഷ്യരെ പരസ്പരം വെറുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. എങ്ങനെ സ്നേഹിക്കുക? എങ്ങനെ സ്നേഹിക്കും? നിങ്ങൾ ആലോചിക്കുക. എന്നെ കൊല്ലാൻ പറയുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമായി അംഗീകരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, എന്നെ കൊല്ലാൻ പറയുന്ന ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമായി അംഗീകരിക്കണം, നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയോ? സ്വാഭാവികമാണത്. ഞാൻ ആ ഗ്രന്ഥം വായിച്ചോളണമെന്നില്ല. ഞാനിപ്പോ എപ്പോഴും ഇങ്ങനെ എല്ലാ ഗ്രന്ഥം വായിച്ചിട്ടൊന്നല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുക. സാധാരണക്കാരൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ടെലിവിഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്റർനെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളെ അവസരം കിട്ടിയാൽ കൊല്ലണമെന്ന്, കഴുത്ത് നീട്ടിവെട്ടണമെന്ന് അതിന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് താങ്കളോടൊപ്പം പഠിക്കുന്ന താങ്കളുടെ സഹപാഠിയായ മുസ്ലിമിന്റെ കയ്യിലുള്ള ഗ്രന്ഥം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഭീതി ഉണ്ടാവില്ലേ? ആ ഭീതിയാണ് ഇവിടെ പ്രവർത്തിച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ സംഭവം ഉണ്ടായ ഉടനെ ഓസ്ട്രേലിയയിലെ സെനറ്റർ, അതിന്റെ പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനവിടെ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയുടെ മാതൃക പിൻപറ്റുകയാണ്. കാരണം വൃത്തികെട്ട കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ നാമമല്ല നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടത് എന്ന വലിയ പാഠം അവർ പറയുകയുണ്ടായി. സത്യം. ഒരു പേപ്പറുകളോട് മുഴുവൻ പറഞ്ഞു, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളുണ്ടത്. പത്രങ്ങളോട് പറഞ്ഞു അയാളുടെ ചിത്രം പ്രസിദ്ധീകരിക്കരുത്. ഞാൻ എന്റെ നാവ് കൊണ്ട് അയാളുടെ പേര് പറയില്ല. രാഷ്ട്രീയക്കാരെ, നിങ്ങൾ ആരും അയാളുടെ ആ വൃത്തികെട്ട മനുഷ്യന്റെ പേര് നിങ്ങൾ പറയരുത്.
നമുക്ക് പേര് പറയാം. നമ്മുടെ ബഹുസ്വരതയെ സ്ഥാപിച്ചുകൊണ്ട് മരണപ്പെട്ട ഹലോ ബ്രദർ എന്ന് വിളിച്ച ദാവീദിനെ പോലെയുള്ള 40 പേരുടെ പേരുകൾ നമുക്ക് ആവർത്തിച്ച് പറയാം. അവരങ്ങനെയാണ്. ഈ ഓസ്ട്രേലിയയിലെ സെനറ്റർ എന്താ പറഞ്ഞത്? 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതനായ ഒരു മനുഷ്യന്റെ, ഏകഛത്രാധിപതിയായ ഒരു മനുഷ്യന്റെ ആ തലച്ചോറിൽ നിന്നുണ്ടായ ആശയങ്ങളുടെ അപകടത്തിന്റെ പ്രതിഫലനമാണ്, അതിന്റെ പ്രതികാരമാണ് ഈ സംഭവം നടന്ന് ആര് നടത്തി എന്നൊന്നും അറിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറങ്ങിയ സാധനമാണത്. അങ്ങനെ ചിന്തിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സൈക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മനഃശാസ്ത്രം അവിടെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത്. ISM ഇവിടുത്തെ മുസ്ലിങ്ങളോടാണ് ഒന്നാമത് പറയാനുള്ളത്. നിങ്ങൾ ഈ വേദിയിൽ കയറിയിട്ട് പ്രസംഗിക്കുന്നു, നിങ്ങൾ ആളുകൾ ഇരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു, കഴിഞ്ഞു അല്ലേ? നമ്മളെ പണി കഴിഞ്ഞു. ഇത് ചെറിയ പ്രശ്നമല്ല സഹോദരങ്ങളെ. എന്റെയും നിങ്ങളുടെയും തലമുറ അവസാനിക്കുകയാണ്. പുതിയ തലമുറയിൽ വളർന്നു വരുന്ന മക്കൾ, എന്റെയും നിങ്ങളുടെയും മക്കൾ, സഹോദരങ്ങൾ, അവരെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇവർ കൊലയാളികളാകുവാൻ എപ്പോഴും സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കില്ലേഴ്സ് ആണ് എന്ന രൂപത്തിൽ നോക്കിക്കാണുന്ന അവസ്ഥയുള്ള ഒരു നാട്ടിൽ, ആ നാട്ടിൽ എങ്ങനെയാണ് അവർക്ക് ക്രിയേറ്റീവായി ജീവിക്കാൻ കഴിയുക? അവർക്ക് എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ കഴിയുക? വളരെ ഭീഷണമായ ഒരു ഭാവി. അതിനിതാ സഹോദരങ്ങളെ, അതിനുള്ള ഏറ്റവും വലിയ ആയുധം എന്താ? ആയുധം പരിശുദ്ധ ഖുർആനാണ്. ന്യൂസിലാൻഡിലെ പാർലമെന്റിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റ് തുടങ്ങിയപ്പോ അൽഹംദുലില്ലാഹ് അവിടുത്തെ മുസ്ലിം സമൂഹത്തെ അത് എന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. പക്ഷേ അന്ന് എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. പരിശുദ്ധ ഖുർആനിൽ ആ പാർലമെന്റ് കേൾക്കേണ്ട 6 വചനങ്ങൾ അവർ തെരഞ്ഞെടുത്ത വചനങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ബഹുമാനം തോന്നുന്നത്. ആ വചനങ്ങൾ നമ്മുടെ ഖുർആനിലുണ്ട് സഹോദരങ്ങളെ. ആ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആന്റെ സന്ദേശം നമ്മുടെ എല്ലാം അടുത്തുണ്ട്. നമ്മൾ ആ സന്ദേശവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങണം. നമ്മൾ ആ സന്ദേശം പ്രകടിപ്പിക്കുന്നവരാകണം. നമ്മൾ ആ സന്ദേശം പ്രസരിപ്പിക്കുന്നവരാകണം. ആ സന്ദേശത്തിന്റെ പ്രയോക്താക്കളാകണം. ആ പ്രയോക്താക്കളാകുമ്പോ തീർച്ചയായും സമൂഹത്തിൽ മാറ്റം ഉണ്ടാകും. ഇന്ത്യ ന്യൂസിലാൻഡിലെ ജനങ്ങൾ മുഴുവനും ആ പള്ളികൾക്ക് ചുറ്റും കൂടുന്ന ചിത്രം കണ്ടി നമ്മളെല്ലാം ആസ്വദിച്ചില്ലേ? അല്ലെ? എല്ലാരും ആസ്വദിച്ചു. പള്ളിന്റെ ചുറ്റും പിന്നെ പുഷ്പങ്ങൾ വിതറുന്നു, ബൊക്കകൾ വെക്കുന്നു, അവരുടെ ശോകഗാനങ്ങൾ പാടിക്കൊണ്ട് മുസ്ലിം സമൂഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം കണ്ടപ്പോൾ എന്റെ ആ സമൂഹത്തോട്, ആ സമൂഹത്തോട്, മുസ്ലിം സമുദായത്തോട് അവർക്കുണ്ടായ ആദരവിന് കാരണം എന്താണ്? വേറൊന്നുമല്ല, ആ സമൂഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായ ആദരവ് തന്നെ. ആ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്ന 72 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യന് തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്റെ നേരെ നടന്നെടുക്കുന്ന മനുഷ്യനെ നാടകം കളിക്കലത് ഹലോ ബ്രദർ എന്ന് വിളിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിനകത്ത് കൊത്തിവെച്ച സാഹോദര്യത്തിന്റെ സന്ദേശം ഉണ്ടാവണം. ഇത് റിഹേഴ്സൽ എടുത്തിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന കാര്യമല്ലത്. അതൊരാശയത്തിന്റെ വലിയ പ്രതീകമാണ്. കഴിയണം നമുക്ക് പരിശുദ്ധ ഖുർആന്റെ സാഹോദര്യ സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ, അതിനൊറ്റക്കെട്ടായി നിൽക്കാൻ. അതിന് നമുക്ക് എങ്ങനെ ഭിന്നിക്കാം എന്ന് ഗവേഷണത്തിലാണ് നമ്മളുള്ളത്. അതല്ല എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം പറഞ്ഞില്ലേ? ഇത് അള്ളാഹുവിന്റെ പാശമാണ് സഹോദരങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നത്.
അവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ, ഈ പരിശുദ്ധ ഖുർആനാണ് അപകടം എന്ന് പറയുന്ന സന്ദർഭത്തിൽ, ഖുർആനിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അല്ല, ഖുർആൻ ഇതല്ല പറയുന്നത് എന്ന് പറയാൻ, ഖുർആന്റെ സന്ദേശവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ, ഖുർആന്റെ സാഹോദര്യ സന്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തി സമൂഹത്തിന് മാതൃകയാകാൻ കഴിയുമെങ്കിൽ അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദിന് സന്നദ്ധമാകാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പടച്ചവൻ അവന്റെ സുന്നത്ത് ചെയ്യുക തന്നെ ചെയ്യും. അവന്റെ സുന്നത്ത്, അവന്റെ പ്രവർത്തനം നടത്താൻ അവൻ നിശ്ചയിച്ച ആളുകൾ സന്നദ്ധമാകാതിരുന്നാൽ അവരെ നീക്കി മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരുമെന്നതാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ഈ പ്രകാശത്തെ, അള്ളാഹുവിന്റെ ഈ മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അത് പടച്ചവന്റേതാണ്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ പ്രകാശത്തെ, വിളക്കിനെ, ഈ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അള്ളാഹു ആ പ്രകാശത്തെ പൂർത്തീകരിക്കാതിരിക്കില്ല. അള്ളാഹു പ്രകാശത്തെ പൂർത്തീകരിക്കണം. പക്ഷേ അതിന്റെ വക്താക്കളായി നിൽക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഖുർആന്റെ പ്രയോക്താക്കളായി, ഖുർആനിന്റെ സന്ദേശ പ്രചാരകരായി, സമൂഹത്തിന്റെ മുന്നിൽ ഖുർആനിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി, ഖുർആനിന്റെ സാഹോദര്യവും സ്നേഹവും കാരുണ്യവും സ്വന്തം ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ജീവിതത്തിലൂടെ അത് പ്രകടിപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.